മിശിഹായിൽ അനുഗ്രഹീതരായവരെ, നമ്മളെല്ലാവരും പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷകനായ ഈശോയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നമ്മളെല്ലാവരും മനോഹരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനികൾ ഈശോയെ സന്ദർശിക്കുവാനായിട്ട് വഴി അന്വേഷിച്ചു വരുമ്പോൾ രാജാവിൻ്റെ സന്നിധിയിലെത്തി അവർ പറയുകയാണ്, ഞങ്ങൾ കിഴക്ക് അവന് നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. കിഴക്ക് ക്രിസ്തുവിൻ്റെ നക്ഷത്രത്തെ കണ്ട് ആ നക്ഷത്ര ശോഭയിൽ നക്ഷത്രത്തിൻ്റെ വഴിയിലൂടെ അവർ മുന്നേറുകയാണ്. നമ്മളെല്ലാവരും ഈ ഡിസംബർ ആരംഭത്തിൽ തന്നെ 1-ാം തീയതി തന്നെ നക്ഷത്ര വിളക്കുകളാലും ദീപങ്ങളാലും വർണ്ണക്കാഴ്ചകളാലും ഒക്കെ നമ്മുടെ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും സ്ഥാപനങ്ങളെയും തെരുവീഥികളെയും ഒക്കെ അലങ്കരിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ ഈ പ്രഭയാൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ കർത്താവിൻ്റെ നക്ഷത്രത്തെ കണ്ട് ജ്ഞാനികൾ വന്നതുപോലെ കർത്താവിനെ തേടുന്നവരായി നാം മാറണം എന്ന് നമ്മെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് നക്ഷത്രത്തിൻ്റെ വഴിയിലൂടെ ജ്ഞാനികൾ നടന്നു, പ്രകാശത്തിൻ്റെ വഴിയിലൂടെ ജ്ഞാനികൾ നടന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്, യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് ആഗമനകാലം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകാശത്തിൻ്റെ പ്രവർത്തികൾക്ക് അനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ഈ ആഗമനകാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജ്ഞാനികളെ പോലെ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. ജ്ഞാനികൾ നക്ഷത്രത്തെ മാത്രം നോക്കി കർത്താവിൻ്റെ പ്രകാശത്തെ നോക്കി യാത്ര ചെയ്തപ്പോൾ അവർക്ക് വഴിതെറ്റിയില്ല. എന്നാൽ അവർ വഴിതെറ്റി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. രാജകൊട്ടാരത്തിൻ്റെ സുരക്ഷയിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് കർത്താവിൻ്റെ പ്രകാശം നഷ്ടമായി. എന്നാൽ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ വീണ്ടും അവർക്ക് കർത്താവിൻ്റെ പ്രകാശം ലഭ്യമായി. കാരണം രാജകൊട്ടാരത്തിന് സംരക്ഷണ ഭിത്തികളുണ്ട്, അവിടെ സംരക്ഷണമുണ്ട്, അവിടെ സുരക്ഷാ ഭടന്മാരുണ്ട്, അവിടെ പ്രവേശനം വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ശേഷം മാത്രമാണ് സംഭവിക്കുക. എന്നാൽ കർത്താവിൻ്റെ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ 4 പാടും തുറന്നു കിടക്കുന്ന തുറസ്സായ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെയാണ് നമ്മൾ ആ കാലിത്തൊഴുത്തിൽ കാണുന്നത്. കർത്താവിൻ്റെ കാലിത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും ഇതുപോലെ എല്ലാവരെയും സ്വീകരിക്കുവാൻ തക്കവണ്ണം തുറന്നിടുകയും കർത്താവിൻ്റെ പ്രകാശത്താൽ പൂരിതരാവുകയും നാം ചെയ്യണം എന്നുള്ളതാണ് നമ്മെ സഭ ഓർമ്മപ്പെടുത്തുന്നത്, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നോക്കി നടക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. വെള്ളത്തിന് മീതെ കർത്താവ് നടന്നു വരുമ്പോൾ പത്രോസ് സ്ലീഹ ഇത് കർത്താവാണ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പത്രോസ് സ്ലീഹ പറയുന്നുണ്ട്, കർത്താവെ അങ്ങാണെങ്കിൽ എനിക്കും വെള്ളത്തിന് മുകളിലൂടെ കടന്ന് അങ്ങേ അടുത്തേക്ക് വരുവാൻ അവസരം നൽകണമെന്ന് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നീ വരൂ. അപ്പോൾ പത്രോസ് സ്ലീഹ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ വളരെ സുരക്ഷിതമായി വളരെ അനായാസേന വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന പത്രോസ് സ്ലീഹ നാം കാണുന്നു. എന്നാൽ ഒരു വേള വെള്ളത്തിൻ്റെ തിരമാലകളിലേക്കും കാറ്റിലേക്കുമൊക്കെ കർത്താവിൻ്റെ മുഖത്തു നിന്ന് ദൃഷ്ടി എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പത്രോസ് സ്ലീഹ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുവാനായിട്ട് തുടങ്ങുന്ന പത്രോസ് സ്ലീഹയാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ച് നാം നീങ്ങുമ്പോൾ നാം ശരിയായ ദിശയിൽ നീങ്ങും. അപ്പോൾ ഈ ആഗമന കാലം കർത്താവിൻ്റെ മുഖത്ത് നോക്കി
കർത്താവിൻ്റെ പ്രകാശത്തിൽ നോക്കി കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് തീരട്ടെ. അപ്പോൾ കർത്താവ് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പ് പ്രകാശിക്കട്ടെ എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ സ്വീകരിച്ച് ആ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെതായ പ്രവൃത്തികൾ, ചിന്തകൾ, മനോഭാവങ്ങൾ ഒക്കെ നമ്മൾ അകന്നു പോകും. അങ്ങനെ ഈ ആഗമനകാലം പ്രകാശത്തിൽ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.